പേരക്കുട്ടിയും അപ്പൂപ്പനും കൂടിയിട്ട് ഇന്ന് പറമ്പിലേക്ക് എൻ്റെ കൃഷിസ്ഥലത്തേക്ക് ഒരു യാത്രയാണ്. കണ്ടില്ലേ, ഇതിന് പപ്പായ. ഇതെന്താണോ, ഇതാണ് പാല് വരുന്നത് പപ്പായയുടെ. കണ്ടോ, ഇത് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ വേസ്റ്റ് ആക്കി കളയും. ജപ്പാൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയോ അതിൻ്റെ പാലൊക്കെ എടുത്ത് ഓരോ മെഡിസിൻ ഉണ്ടാക്കണം. ഇത് അമ്മൂമ്മ പഴുത്തത് പൊട്ടിക്കണുണ്ടോ, ഇതാണ് നമ്മൾ തിന്നുന്നത്. കണ്ടോ, തിന്നാൻ മാത്രമല്ല പിന്നെ ഇത് ഫേഷ്യൽ ചെയ്യും. വലിയ വലിയ ബ്യൂട്ടി പാർലറിൽ പോയാലേ 1500 രൂപയാണ് ഫേഷ്യൽ, പപ്പായ ഫേഷ്യൽ. അപ്പൂപ്പനൊക്കെ ഇതുപോലെ ഉണ്ടോ, പഴുത്തത് തിന്നും. കണ്ടില്ലേ, പച്ചയ്ക്കും തിന്നാം. പച്ചയ്ക്ക് നമ്മൾ കറി വെച്ച് തിന്നും. ഉണ്ടോ, ഇങ്ങനെ കോരി തിന്നാൽ അതിമധുരം. വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല ഇനി. കണ്ടോ, അപ്പോൾ ഇതൊക്കെ വേനൽക്കാലത്ത് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ ഭയങ്കര രുചിയാണ്. ആ പിടിച്ചു വന്നാ എസ്റ്റലിന് കൊടുക്കത്. ഇതുണ്ടോ, ഇതൊരു വേറെ ചെടിയാണ്, ഫ്രൂട്ട്സ് ചെടി. കണ്ടോ, ഇതുമ്മ ഓരോ പഴങ്ങളുണ്ടാവും. ഇതൊക്കെ നമുക്ക് പൊട്ടിച്ച് തിന്നാം. അപ്പൂപ്പൻ്റെ കുട്ടിക്കാലത്തേക്ക് ചെറിയ ചെറിയ ചെടികളുമൊക്കെ ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് ഉണ്ടാവും. നീരോലി, പിന്നെ ഓരോ പേരുകളൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ അത് കാണുമ്പോഴല്ലേ അപ്പൂപ്പന് അറിയുള്ള പേര്. അപ്പോൾ ഇത് കണ്ടേ, നമ്മളുടെ വാഴ, അതിൻ്റെ കടയ്ക്കലത്തെ പുല്ലൊക്കെ ഇതുപോലെ ചെത്തി കളയണം. ഇല്ലെങ്കിൽ പുല്ലൊക്കെ വളർന്നു കഴിഞ്ഞാലേ ഈ വാഴയ്ക്ക് ഇട്ടോടത്താണ് ചാണകമൊക്കെ പുല്ല് തിന്നു കഴിക്കും. എന്നിട്ട് നമ്മൾ ഇതുപോലെ കുറേശ്ശെ മണ്ണിട്ട് വെട്ടി കൊടുക്കും. അപ്പോഴാണ് നല്ല കായ ഉണ്ടാവുക. ഞാലിപ്പൂവൻ വാഴണത് കണ്ടോ. നമ്മളപ്പോൾ ഇതുപോലെ പണിക്ക് ഇറങ്ങുമ്പോഴേ നാളികേരൊക്കെ മുളച്ചതുണ്ടാവും പറമ്പിൽ. അതെടുക്കുക, വെട്ടി പൊളിച്ച് തിന്നും. കണ്ടോ, ഇതിങ്ങനെ വെട്ടുക കണ്ടോ, ഇങ്ങനെ പതുക്കെ വെട്ട എന്നിട്ട് പൊളിച്ചെടുക്കുക. ഈ പൊങ്ങിന് ഭയങ്കര വിലയാണ്. തമിഴ്നാട്ടിലൊക്കെ പോയാലേ 150 രൂപ ഒരു പൊങ്ങിന്. എറണാകുളത്ത് ലുലുമാളി പോയാലോ 250. അതൊരു കവറിലാക്കി വെച്ചിട്ടുണ്ടാവും. കണ്ടോ, അപ്പൂപ്പ അങ്ങനെ നാളികേരൊന്നും ഇടില്ല, കൊഴിഞ്ഞ് താഴെ വീഴും. അപ്പോൾ അവിടെ കിടന്ന് മഴ പെയ്ത് കഴിയുമ്പോൾ മുളച്ചു വരും. ഇതുപോലെ വെട്ടി പൊളിച്ച് തിന്നും. അപ്പം നാളികേരം വിറ്റ് കഴിഞ്ഞാലോ 20 രൂപ കിട്ടും. 17 രൂപ, 20 രൂപ. ഇതുപോലെ പൊളിച്ചു തന്നാലോ 150 രൂപ വയറ്റിലെത്തി. കണ്ടോ, ഇതുപോലെ ഭംഗിയിൽ ഇങ്ങോട്ട് പൊളിച്ചെടുക്കും. എന്നിട്ട് ഈ തമിഴന്മാരൊക്കെ ഇതിൻ്റെ കണ്ണില്ലേ, ഈ മുളച്ചു വന്നത്, അതിലെ ഒരു സ്ക്രൂ ഡ്രൈവർ കയറ്റി ഇങ്ങനെ തള്ളി എടുക്കും. അപ്പോൾ ഇതൊരു റൗണ്ട് ഫുട്ബോൾ പോലെ കിട്ടും. കണ്ടോ, ഇതിപ്പോൾ ഉടഞ്ഞു പോന്നു. കണ്ടോ, അപ്പോൾ ഒരു കണ്ടില്ലേ, ഈ വെള്ളയാണ് പൊങ്ങ്. ഇതാ ഈ ചെടിയാണ് അപ്പൂപ്പൻ പണ്ട് കാലത്തൊക്കെ നഖത്ത് മൊട്ടിച്ച് വയ്ക്കും. എന്നിട്ട് കാണുമ്പോൾ യക്ഷിയുടെ പോലെയൊക്കെ നഖം കാണാം. യക്ഷി ഇതുപോലെ പണ്ടൊന്നും ഇവിടെ ഒന്നും ലൈറ്റൊന്നും ഉണ്ടായില്ല, കറണ്ടും വെളിച്ചൊന്നും ഇല്ല. അന്നത്തെ കാലത്തെ മുഴുവൻ ഇരുട്ടാണ്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ, മുറ്റത്തിറങ്ങിയാൽ നിറച്ച് പാമ്പ്, പഴുതാര, തേള് അതൊക്കെ ഉണ്ടാകുന്നു. അത് കുത്താണ്ടിരിക്കാനായിട്ട് കുട്ടികളെ പേടിപ്പിക്കുന്നതാണ് യക്ഷി എന്ന് പറയും. കുട്ടികളെ പിടിച്ചുകൊണ്ടു എന്നൊക്കെ നുണ പറയും. അതിനാണ് യക്ഷി. ഒന്ന് കാണിച്ചു കൊടുത്തവരൊക്കെ, ഈ വിരലൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാണ്ട്. കണ്ടാ, ഇതാണ് പപ്പായ പഴുത്ത്. കണ്ടില്ലേ, നേരത്തെ നമ്മൾ ആ പച്ച പപ്പായ കണ്ടില്ലേ, അത് പഴുത്താണ്. ഇത് കണ്ടോ, ഇതൊരു കിളി കൊത്തിയിട്ടുണ്ട്. കാണിച്ചു തരാം, തിരിക്കട്ടെ ഒന്നും കൂടി. കണ്ടോ, ഇതാണ് പപ്പായ പഴുത്തത്. ഇതൊക്കെയാണ് അപ്പൂപ്പൻ്റെ തീറ്റകൾ, ഭക്ഷണം അപ്പൂപ്പൻ്റെ ഇതൊക്കെയാണ്. അല്ലാണ്ട് നിങ്ങളുടെ പോലെ ലേസ്, കുറുക്കുറെ, ചീറ്റോസ് ഇതൊക്കെ മേടിച്ച് തന്നാലല്ല പണി.
കണ്ടോ? ഇതാണ് കൂണ്. മഷ്റൂം എന്ന് പറയുന്നത് ഇതാണ്. കണ്ടോ? കൃഷിക്കാർക്കൊക്കെ സ്വന്തം പുരയിടത്തിൽ കണ്ടോ ഇതുപോലെ ഇങ്ങനെ മുളച്ചു വരും. ഇല്ല, ഇത് തിന്നില്ല. അതൊക്കെ നമ്മൾ വീട്ടിൽ വേറെ കൃഷി ചെയ്യും. വീടിൻ്റെ അകത്ത് ആണ് കൂണ് കൃഷി. വീടിൻ്റെ അല്ല, അതുപോലെ ഒരു കയ്യാല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോഡൗൺ, അതിൽ ആണ് കൂണ് കൃഷി ചെയ്യുന്നത്. ഇനി എന്താ കണ്ട ഇതാണ് തൊട്ടാർവാടി. കണ്ട നിന്റെ ടച്ച് മീ നോട്ട് അതെ, ടച്ച് ചെയ്താൽ കണ്ട അത് സ്ലീപ്പായി. അതിനാണ് ടച്ച് മീ നോട്ട് എന്നാണ് ഇതിൻ്റെ പേര്. നമ്മളുടെ ആടൊക്കെ ഇല്ലേ, ആടിന് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണത്. കണ്ട അപ്പോൾ ഇത് കണ്ടില്ലേ, നിന്റെ ടച്ച് മീ നോട്ട് കഴിഞ്ഞില്ലേ? ഇതേ ഈ തെങ്ങും തൈ നമുക്ക് പറിച്ചോണ്ട് പോവാം. കണ്ട മുളച്ചെന്ത് കിട്ടുമോ നോക്കാം. ഓ, കിട്ടണില്ല കുഴപ്പമില്ല, നമുക്ക് വേറെ കിട്ടും കേട്ടോ. ഇത് കണ്ട, ഇതാണ് മുളച്ച് നോക്കിയത്. മുളച്ച് തുടങ്ങിയിട്ടുള്ളൂ. കണ്ടില്ലേ? ഇത് ഇങ്ങോട്ട് നോക്ക്. ഈ തൊപ്പി അടർത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ കണ്ടില്ലേ? ഇതിന് ഞാൻ പൊളിച്ച് കാണിച്ചു തരാം. കണ്ടോ അതിൻ്റെ മുള കണ്ടില്ലേ? ഇത് വലുത്. അപ്പോൾ ഇപ്പം ഇത് 1-2 ദിവസത്തുമ്മയൊക്കെ ഓരോന്ന് തിന്നും. ഇതൊക്കെ നമ്മളുടെ പറമ്പിൽ ഇഷ്ടം പോലെയല്ലേ. സാധാരണക്കാർക്കൊന്നും അറിയില്ല ഇതിൻ്റെ വില. അപ്പൂപ്പൻ്റെ ചേട്ടനെ വിൻസെൻ്റ് വല്യപ്പനല്ലേ, ഒരു ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പോൾ നാളികേരം മുളച്ചത് കണ്ടു. അപ്പോൾ അവിടെ ഇങ്ങനെ കൂട്ടിയിട്ടത് കണ്ടപ്പോൾ വിൻസെൻ്റ് വല്യപ്പൻ ചോദിച്ചു, ഇതെന്തിനാന്ന് വെച്ചു. അല്ല, ഇതൊന്നും ആർക്കും വേണ്ട, ഇതൊക്കെ മുളച്ച് പോയിടാന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഇനി ആരും മേടിക്കുന്നില്ല എന്ന് വെച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ വല്യപ്പൻ അത് 15 രൂപയായിട്ട് കുറേ മുളച്ച നാളികേരം മേടിച്ചു കൊണ്ടുവന്നു. അങ്ങനെ വല്യപ്പൻ അതൊക്കെ തിന്നു. അപ്പോൾ കൃഷിക്കാർക്കൊന്നും ഇതിൻ്റെ വില അറിയില്ല. ഇതുപോലെ ടൗണിലൊക്കെ സഞ്ചരിക്കണം, അപ്പൂപ്പൻ്റെ പോലെയൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുന്നവർക്കാണ് അറിയുള്ളൂ. കണ്ടോ? തമിഴ്നാട്ടിൽ 100-150. കേരളത്തിൽ കരിക്ക് തിന്നും, പക്ഷെ ഇതൊന്നും വിൽപ്പനയില്ല. ഇതൊക്കെ കൃഷിക്കാർ വെറുതെ കളയും. പക്ഷെ ജനങ്ങൾക്കും അറിയില്ല ഇതിൻ്റെ വില. അപ്പോൾ ഇതുപോലെ സൂപ്പർ മാർക്കറ്റിൽ ചെല്ലുമ്പോഴാണ് അയ്യോ 250 രൂപ. ടൗണിലുള്ളവരൊക്കെ മേടിച്ചു തിന്നും. ഇവിടെ നാട്ടിൻ പ്രദേശത്തുള്ളതൊക്കെ ഉള്ള ആൾക്കാരോ അത് വെറുതെ കളയും. കണ്ടല്ലേ ഇതിൻ്റെ മുള വന്ന എന്ത്? ഇത് എസ്റ്റലിന് പൊട്ടിച്ച കൊടുക്കാണ്. ഞാൻ വേറെ ഉണ്ട്, അത് പൊളിച്ചെന്നോളാം. അതെ, ഇത് ഞാൻ പോരാം. ഇതാണ് കണ്ടില്ലേ നാളികേരം മുളച്ച് വന്നത്. അപ്പോൾ കൂടുതൽ ഇങ്ങനെ വലുതാവാൻ പാടില്ല. കൂടുതൽ വലുതായിട്ടാണ് ഇതിനെ